ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർ ദൈവജന പ്രഘോഷണത്തിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യയെങ്കിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവവചന പഠന ചിന്തയുടെ മൂന്നാമത്തെ രാത്രിയിലേക്ക് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ച കർത്താവിൻ്റെ എല്ലാ വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പി ടി എബ്രഹാം പാസ്റ്റർ, സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സണ്ണി ആൻഡ്രൂസ്, കമ്മിറ്റി മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, കൊയർ, കടന്നു വന്ന ശ്രേഷ്ഠരായ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ വേദ പഠന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ സമയങ്ങളെ കളയാതെ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. സ്തോത്രം. സന്തോഷമുള്ള ദൈവജനം ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം. ഇത്രയും ശബ്ദമുള്ള ഒരുമിച്ച് ശബ്ദമുയർത്തി ഹല്ലേലൂയ. ദൈവത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദൈവവചനം പഠിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരു പഠിതാവിൻ്റെ ചിന്തയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇന്നലെ ചിന്തിച്ചു ഇരിക്കുന്നത് എബ്രായ ലേഖനത്തിലെ മുന്നറിയിപ്പുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മുന്നറിയിപ്പ് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയിൽ, ഇത്ര വലിയ രക്ഷയെ നാം എന്ത് ചെയ്യരുത്, ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും, എങ്ങനെയാണ് ഇത് ഇത്ര വലിയ രക്ഷയായത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നത്. ഒന്നാമത് നമ്മൾ കാണുവാനിടയായിത്തീരുന്നത്, ഒന്ന്, മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം നമ്മെ, ദൈവത്തിൻ്റെ കരവിരുതിനെ നാം നോക്കിയാൽ, ദൈവത്തിൻ്റെ കൈപ്പണിയെ നമ്മൾ നോക്കിയാൽ നമ്മെ ഓർക്കാൻ നാം ഒന്നുമില്ല. ആ സാഹചര്യത്തിൽ നമ്മെ ഓർത്തത് കൊണ്ടാണ് ഈ രക്ഷ എന്താകുന്നത്, ഇത്ര വലിയ രക്ഷയാകുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു, ഹി ടേസ്റ്റഡ് ഡെത്ത്. അവൻ എന്ത് ചെയ്തു, മരണം എന്ത് ചെയ്തു, ആസ്വദിച്ചു. നമുക്ക് വേണ്ടി മരണം അവൻ എന്ത് ചെയ്തു, ആസ്വദിച്ചു. അതുകൊണ്ട് ഈ രക്ഷ എന്താകുന്നു, വലിയ രക്ഷയാകുന്നു. മൂന്നാമത്തെ ചിന്ത നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്, അവൻ്റെ സഫറിങ്, ജീസസ് ഈസ് ഗ്രേറ്റർ ബിക്കോസ് ഓഫ് ദി സഫറിങ്. അവൻ്റെ കഷ്ടാനുഭവങ്ങൾ അവൻ എന്ത് ചെയ്തു, തികഞ്ഞവനായി തീരുവാനാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, നമ്മുടെ കഷ്ടാനുഭവങ്ങളിൽ സിംപതൈസ് ചെയ്യുന്ന ഒരു ദൈവത്തെ മാത്രമല്ല നമ്മൾ സേവിക്കുന്നത്, നമ്മുടെ കഷ്ടാനുഭവങ്ങളിൽ എംപതൈസ് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ, നാം കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഈ രക്ഷ വലിയ രക്ഷയാകുന്നു എന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. വേഗത്തിൽ 2 പോയിന്റും കൂടെ ആ വാക്യത്തെ ആസ്പദമാക്കി പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ ഞാൻ ദൈവനാമത്തെ ശരണപ്പെടുകയാണ്. 11ാമത്തെ വാക്യത്തിലാണ് അടുത്ത കാരണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നമ്മൾ കാണുന്നതും, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അടുത്ത കാരണമാണ്, ഇത്ര വലിയ രക്ഷയാകാനുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത്, ദൈവം നമ്മെ ആരായിട്ട് കാണുന്നു, സഹോദരന്മാരായിട്ട് കാണുന്നു. എൻ്റെ ദൈവമക്കളെ, നമ്മൾ അവിടെ ഒന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പഴയ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ ദൈവം നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ നാം ഒരിക്കലും യോഗ്യരല്ലാത്തവരായിരുന്നു നമ്മുടെ പഴയ സ്റ്റാറ്റസ്. നമ്മുടെ പഴയ സ്റ്റാറ്റസ് ഇങ്ങനായിരുന്നു, നമ്മൾ ദൈവത്തോട് ശത്രുത്വമുള്ളവരായിരുന്നു. നമ്മൾ ആരായിരുന്നു, വി ആർ ദി എനിമീസ്. നമ്മൾ ദൈവത്തോട് ശത്രുത്വമുള്ളവരായിരുന്നു. കാരണം എന്തായിരുന്നു അറിയാമോ, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവിക കുടുംബത്തിൽ നിന്ന് നാം എന്ത് ചെയ്തു, പുറത്താക്കപ്പെട്ടു, അന്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സഹോദരൻ എന്ന സ്റ്റാറ്റസ് അല്ലായിരുന്നു, മറിച്ച് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ എനിമി ആയിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്റ്റാറ്റസിനെ ദൈവം ചേഞ്ച് ചെയ്തു. നമ്മുടെ സ്റ്റാറ്റസ് മുഴുവനും മാറി. നമുക്കിപ്പോൾ വന്ന സ്റ്റാറ്റസ് എന്നറിയാമോ, നമ്മളെ കർത്താവ് എന്ത് ചെയ്യുക, സഹോദരന്മാർ എന്ന് വിളിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ആ പദങ്ങൾ എന്ന് വിളിക്കാൻ എന്ത് ചെയ്യുന്നില്ല,
ലജ്ജിക്കുന്നില്ല എന്ന് നമ്മൾ കാണുവാനിടയായി തീർന്നു. ഇനി നമ്മളൊന്ന് നോക്കി, ലോകപരമായി നോക്കി, നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരോട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അല്ലേ? നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരോട് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ത് ചെയ്യുന്നത്? ഇനി ആ വ്യക്തി നന്നായി ജീവിച്ചാൽ നമ്മൾ പറയും അദ്ദേഹം എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് നമുക്കൊരു മാന്യത കുറവും. എന്നാൽ ചെറിയൊരു അപായത വന്നാൽ സംഭവിക്കുന്ന എന്നാ? പിന്നെ നമ്മൾ പറയും എനിക്ക് അദ്ദേഹത്തെ അറിയത്ത് പോലും, എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും താല്പര്യമില്ല. കാരണം എന്താ? നമുക്ക് പറ്റിയൊരു ബന്ധമല്ലെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ആ ബന്ധത്തിൽ നിന്ന് എന്ത് ചെയ്യും? പിന്നെ അദ്ദേഹത്തെ നമ്മുടെ സഹോദരൻ എന്ന് പറയാൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ പശ്ചാത്തലം നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. നമ്മൾ ആരായിരുന്നു? നമ്മൾ പാപികളായിരുന്നു. എന്നാൽ കർത്താവിന്റെ സ്റ്റാറ്റസ് എന്നാ? നാം പറയുന്ന കാര്യമുണ്ട്, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും ആരും ആയിരിക്കണം? വിശുദ്ധരായിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പരിശുദ്ധനാ. കർത്താവിന്റെ സ്റ്റാറ്റസ് പരിശുദ്ധനാ. നമ്മുടെ സ്റ്റാറ്റസോ? നാം പാപികളാ. അപ്പോൾ പരിശുദ്ധനായ ഒരുവൻ പാപിയായ നമ്മളുമായിട്ട് സഹോദരങ്ങളാകാൻ എന്ത് ചെയ്തില്ല. പക്ഷെ ഇത്ര വലിയ രക്ഷയാകാനുള്ള കാരണം എന്തെന്നറിയാമോ? നാം പാപിയായിരുന്നപ്പോഴും നമ്മളോടൊരു ബന്ധം സ്ഥാപിക്കാൻ ഇറങ്ങി വന്ന യേശുവായതുകൊണ്ടാണ് ഇത് വലിയ രക്ഷയായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം നമ്മെ എന്ത് ചെയ്തത്? നമ്മെ സഹോദരൻ എന്ത് ചെയ്ത ആക്കി മാറ്റിയത്. നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന പാപിയ. പാപത്തോട് ദൈവത്തിന് എന്താ? ശത്രുത്വമാണ്. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ ദൈവവും നാമും തമ്മിൽ ആരാ? ശത്രുവാ. പക്ഷെ ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ച് സഹോദരന്മാരെന്ന് പറവൻ അവൻ എന്ത് ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ രക്ഷ വലിയതാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ? നമുക്ക് അങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ? ഒരു പരിധി വരെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. മാനുഷികമായി നോക്കിയാൽ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യത്തില്ല സ്നേഹിക്കാനായിട്ട്. പക്ഷേ ഇത്രയും നീചമായൊരവസ്ഥയിലും നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈ രക്ഷ എന്താകുന്നത്. ചേർന്ന് പറയാം നിങ്ങൾക്ക്, ഈ രക്ഷ വലിയ രക്ഷയായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും വേഗത്തിൽ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് പറഞ്ഞു പോകാം. നമുക്ക് അങ്ങനെ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫ് വരണമെങ്കിൽ മാനുഷികമായ അവസ്ഥ കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഒരു വാക്കിൽ തീരും സകലതും. ഇതാ നമ്മുടെ ബന്ധങ്ങൾ. നമുക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്നേഹിക്കാൻ, ക്ഷമിക്കാനോ. പക്ഷെ കർത്താവിൻ്റെ വചനം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? ആരെ സ്നേഹിക്കണമെന്നാ? ശത്രുവിനെ സ്നേഹിക്കാൻ പോയിട്ടും മിത്രത്തെ മര്യാദയ്ക്ക് എന്ത് ചെയ്യുന്നില്ല. അപ്പോഴെങ്ങനെയാ ശത്രുവിനെ സ്നേഹിക്കുന്നത്? ഇപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് ചിന്തിക്കുക ഇവിടെ നിന്ന് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം, പ്രാക്ടിക്കലി ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം കൊണ്ട് പറ്റും. ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട് എങ്കിൽ ഇത് സംഭവിക്കും. ഞാൻ അതിനൊരു തെളിവ് നിങ്ങൾക്ക് പറയാം. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ കാണുന്നൊരു സംഭവമുണ്ട്. പത്രോസും യേശുവും തമ്മിലൊരു സംഭാഷണം നമുക്ക് കാണാൻ കഴിയും. അവിടെ സംഭാഷണം 3 പ്രാവശ്യം പത്രോസിനോട് കർത്താവ് ചോദിക്കുക, നീ ഇവരിൽ അധികമായി എന്നെ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നൊരു, എന്തുകൊണ്ടാണ് കർത്താവ് 3 പ്രാവശ്യം പറഞ്ഞത്? നമ്മൾ പറയും, കർത്താവിനെ എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? 3 പ്രാവശ്യം. അപ്പം 3 പ്രാവശ്യം തള്ളി പറഞ്ഞതുകൊണ്ട് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് എത്ര പ്രാവശ്യം ചോദിച്ചത്? അല്ലല്ല, അതുകൊണ്ടല്ല. 21-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു വേർഡ് പ്ലേ അവിടെ കിടക്കുന്ന വേർഡ് പ്ലേയാണ്. മൂലഭാഷയിൽ സ്നേഹത്തിന് പ്രധാനമായും 4 പദങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ 2 പദങ്ങളാണ് 21-ാം അധ്യായത്തിൽ കാണുന്നത്. ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് അഗപ്പെ എന്ന പദമാണ്. എന്ത് ഈ അഗപ്പെ എന്ന പദത്തിന്റെ അർത്ഥം എന്നറിയാമോ? ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം. അതിന്റെ പ്രത്യേകത അൺകണ്ടീഷണൽ ലവ്.
അൺകണ്ടീഷണലാണ്. എന്നാൽ മറ്റൊരു പദമുണ്ട്, ഫിലിയോ എന്ന പദമുണ്ട്. ആ പദത്തിന്റെ പ്രത്യേകത ബ്രദർലി ലവ്. കർത്താവായ യേശു പത്രോസിനോട്, പത്രോസേ നീ ഇവരിൽ അധികമായി എന്നെ, അവിടെ യേശു ഉപയോഗിച്ച പദം അഗപ്പെ എന്ന. കർത്താവ് എന്നാ ചോദിക്കുന്നത് ആർക്ക് മനസ്സിലായില്ല. പത്രോസിന് എന്ത് ചെയ്തില്ല. കർത്താവ് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു. പത്രോസ് അവിടെ ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് ഫിലിയോ എന്ന. അപ്പോൾ യേശു ചോദിച്ചത് ഏതിലാ? അഗപ്പെ. പത്രോസ് ഉത്തരം പറഞ്ഞ എന്തിലാ? രണ്ടാമത് പിന്നെയും യേശു ചോദിച്ചു, പത്രോസേ നീ ഇവരിൽ അധികമായി എന്നെ. അവിടെയും കർത്താവ് ഉപയോഗിച്ച പദം എന്ന് പറയുന്നത് അഗപ്പെ എന്ന പദമാണ്. പക്ഷെ പത്രോസ് ഉത്തരം പറഞ്ഞത് ഫിലിയോ എന്ന. 2 പ്രാവശ്യം ചോദിച്ചിട്ടും കർത്താവിനൊരു കാര്യം മനസ്സിലായി, ഞാൻ എന്നാ ചോദിക്കുന്നത് ഇവനെന്ത് ചെയ്യുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം കർത്താവ് ചോദിക്കുക, പത്രോസേ നീ ഇവരിൽ അധികമായി. അവിടെ ദൈവം ഉപയോഗിച്ച അഗപ്പെ എന്നൊരു കാര്യമല്ല, യേശു ഉപയോഗിച്ച പദം ഫിലിയോ എന്ന. ഞാനത് പറയാനൊരു കാരണമുണ്ട്. ഈ 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തി ആരെന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാരവും കൊടുത്ത് പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി നന്നായി യേശുവിൻ്റെ കൂടെ നടന്ന വ്യക്തി ആരെന്ന് പറയുന്നത്. പക്ഷെ യേശുവിനെ പിടിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിവനെ അത്രയും കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിൽ ഓക്കെ നമുക്കങ്ങ് പറയാം, അത്രയല്ലേ പറഞ്ഞുള്ളൂ. പക്ഷെ പത്രോസ് അവിടെ കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കാണുന്ന അവൻ എന്ത് ചെയ്തു? ശപിക്കാനും പ്രാകാനും എന്ത് ചെയ്തു? ആരെ? അപ്പൊ എത്ര വർഷം കൂടെ നടന്നതാ? എന്റെ ഭാഷയെ പറയാം, തോളെ കൈയിട്ട് നടന്ന പത്രോസ്. ഒരാപത്ത് വന്നപ്പോൾ ആരെ തള്ളിക്കളഞ്ഞു? എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ഓക്കെ കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്തു? രാഗാനും ശപിക്കാനും ഒക്കെ എന്ത് ചെയ്തു? നിങ്ങളൊന്ന് ആലോചിച്ച, നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്ന ഒരു വ്യക്തിയെ നമ്മളോട് ഈ പണി ചെയ്ത പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കൂ? ഞാൻ ചോദിക്കുന്നതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിശ്വസിക്കാം. നമ്മളോട് ഇങ്ങനെ വേണ്ട, ഇത്രയും വേണ്ട, വേറെ എന്തെങ്കിലും രീതിയിലൊന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കുമോ? ഇത്രയും പറഞ്ഞ പത്രോസിനോടാ കർത്താവ് പറയുന്നത്, പത്രോസേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് മാനുഷിക സ്നേഹമല്ല, അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഒന്നുകൂടെ ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ, നീ എത്ര പ്രാഗിയാലും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ തേടി വരുന്ന സ്നേഹമാണ് എൻ്റെ സ്നേഹം. അവിടെ നിങ്ങൾ കാണുന്ന പത്രോസ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? പൊട്ടിക്കരയുക. കാരണം എന്തെന്നറിയാമോ? അൺകണ്ടീഷണൽ ലവ്, യേശുവിന്റെ സ്നേഹം. ഈ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ എന്ത് ചെയ്യത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാനുഷികമായി നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ദൈവസ്നേഹത്തെ നിറയ്ക്കണമെന്നുള്ള. ഞാനൊരു കാര്യം പറയാം, ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും, നമ്മുടെ കുടുംബം മാറും, നമ്മുടെ സഭയ്ക്ക് വ്യത്യാസമുണ്ടാകും. അതിന് വേണ്ടത് ഒന്നാമത്തെ കാര്യം, ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അല്ലായിരുന്നു. നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പാപികളായിരുന്നു. പക്ഷേ ആ അവസ്ഥയിലും നമ്മെ സ്നേഹിച്ച് നമ്മെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹമോ. അതുകൊണ്ടാണ് ഈ രക്ഷ എന്താകുന്നത്? വലിയ രക്ഷയാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ എബ്രായ ലേഖനം പഠിക്കുക മാത്രം, എബ്രായ ലേഖനം പ്രാക്ടിക്കലായ ഒരു ലെസണാ. ഇത്രയും നമ്മെ സ്നേഹിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിച്ചുകൂടെ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് നമ്മെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റി നമ്മുടെ സ്റ്റാറ്റസ് മാറ്റിയെങ്കിൽ നമുക്കൊന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞുകൂടെ? ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ, എബ്രായ ലേഖനം പഠിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമായി മാറണം.
അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ ക്ലാസ്സിന്റെ ആദ്യ സമയങ്ങൾ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ള ഒറ്റ കാരണം, പ്രാർത്ഥിക്കാൻ വലിയ കൃപയില്ലേലും പ്രസംഗിക്കാൻ വലിയ കൃപയില്ലേലും കർത്താവിനോട് ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം നിറയണം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹത്തിന്റെ ആഴമെന്ന് ഞാൻ അറിയണം. അതുകൊണ്ട് നമ്മുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കാത്തത് കൊണ്ട് ഇത്ര വലിയ രക്ഷയായി മാറി. ഇനി നോക്കി അഞ്ചാമത്തെ കാര്യം, അടുത്ത കാര്യം എന്ന് പറയുന്നത് 14-15 വാക്യത്തിലേക്കാണ്. ഞാൻ വേഗത്തിൽ പോവുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ മരണത്തെ എന്ത് ചെയ്യുന്നറിയാമോ? ജയിച്ചു എന്നുള്ളത്. നോക്കിയ തൻ്റെ മരണത്താൽ നീക്ക് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ എന്ത് ചെയ്തു? അടുത്ത കാര്യം, എന്തുകൊണ്ടാ ഈ രക്ഷ വലിയതാകാൻ കാരണം? ഹി ഡിഫീറ്റഡ് ഡെത്ത്. മരണത്തെ അവൻ എന്ത് ചെയ്തു? നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന ഒരു ഭയമാണ് മരണ ഭയം എന്ന് പറയുന്നത്. എന്നാൽ ഈ രക്ഷ വലിയതാകാനുള്ള കാരണം ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം മാറ്റിയൊരു കാര്യമുണ്ട്, മരണഭയത്തെ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ദൈവമക്കളെ മരണത്തെക്കുറിച്ച് നമുക്ക് എന്തില്ലാത്തത്? ഭയമില്ലാത്തത്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ എന്ത് ചെയ്തു? തോൽപ്പിച്ചു. ഇപ്പോൾ ഈ മരണത്തിന്റെ വാതിൽ തുറന്നു പിടിച്ചിരിക്കുക. നമ്മ എവിടേക്ക് കണ്ടുവരാൻ? നിത്യജീവനിലേക്ക് വരുവാൻ വേണ്ടി നമ്മെ എന്ത് ചെയ്തിരിക്കുക? അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എന്നിൽ വിശ്വസിക്കും, മരിച്ചാലും എന്ത് ചെയ്യും? ജീവിക്കും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ കാണുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? എന്താ ചോദിക്കാൻ കാരണം? ചോദിക്കാൻ ഒറ്റ കാരണം എന്ന് പറയുന്നത്, ഇത്ര വലിയ രക്ഷ നൽകിയ യേശു എന്തിനെ തോൽപ്പിച്ചു? അതുകൊണ്ടാണ് രക്ഷ വലുതാകുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം, മരണം എന്ന് പറയുന്നത് ദൈവമക്കളുടെ ജീവിതത്തിൽ അവസാനമല്ല. മരണഭയം നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റി. അതിന് കാരണം നമുക്കിന്ന് സേവിക്കുന്നത് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു രക്ഷകനെയാ. ആ പ്രത്യാശ ഇന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രിയിലുണ്ട്? ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നിത്യമായ മരണത്തിൽ ദൈവം നമ്മെ വിടുവിച്ചു എന്നുള്ള. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന എന്താ? വ്യർത്ഥമാ. അപ്പോൾ നമ്മുടെ ജീവനാഡി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എന്തിനെ തോൽപ്പിച്ചു എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് മരണഭയം എന്ത് ചെയ്യണം? ഞാൻ ഒരു കാര്യം ദൈവാത്മ വേഗത്തിൽ ഓർപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. യാക്കോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ യാക്കോബിന്റെ ജീവിതത്തിൽ വർഷങ്ങളോളം കൊണ്ട് നടന്ന ഒരു കാര്യമുണ്ട്, മരണഭയമാണ്. എന്താണെന്നറിയാമോ? സഹോദരനെ എന്ന് കണ്ടാൽ അന്ന് എന്ത് ചെയ്യും? കൊല്ലും. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് യാബോക്ക് നദീതീരത്ത് വന്നപ്പോൾ താൻ എല്ലാറ്റിനും എന്ത് ചെയ്തു? താൻ ഇപ്പുറത്ത് നിന്ന് നമ്മൾ കാണുന്നത് ദൈവത്തോട് എന്ത് ചെയ്യുക? മല്ല് പിടിക്കുക. അന്ന് രാത്രിയിൽ ദൈവത്തോട് മല്ല് പിടിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്, ദൈവം അവന്റെ പേരിനെ മാറ്റി. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചത് വർഷങ്ങളായി കൊണ്ടു നടന്ന മരണഭയത്തെ അന്ന് രാത്രി ദൈവാത്മാവില്ലാതാക്കി. ഇന്ന് രാത്രി ഈ വചനം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഞാനിവിടെ പ്രഘോഷിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ വിശ്വസിക്കുക. ആയുസ് കുറിക്കുന്നത് മെഡിക്കൽ സയൻസ് അല്ല, ആയുസിന് നീളമിടുന്നത് ഈ വൈദ്യന്മാരല്ല, ആയുസിനെ കുറിക്കുന്നത് ഉലകത്തിലെ നമ്മെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ, ഇന്ന് രാത്രി ആരെങ്കിലും മരണഭയത്തിൽ ഇതിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, യേശു മരണത്തെ തോൽപ്പിച്ചവനാകിയാൽ ഇന്ന് രാത്രി മരണത്തെ ജയിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത്ര വലിയ രക്ഷയാകാനുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് എന്തിനെ തോൽപ്പിച്ചതാ?
അതുകൊണ്ടാണ് ലേഖകൻ ചോദിക്കുന്നത്, ഇത്രയൊക്കെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോയാൽ എന്തൊക്കെയാ? ഒന്ന്, നമ്മെ ഓർക്കേണ്ടത് അവൻ നമ്മൾ ആരുമല്ല. അവൻ നമുക്ക് വേണ്ടി മരണത്തെ എന്ത് ചെയ്തു? ആസ്വദിച്ചു. മൂന്നാമത്തെ കാര്യം, നമുക്ക് വേണ്ടി കഷ്ടത എന്ത് ചെയ്തു? നാലാമത്തെ കാര്യം, നമ്മെ സഹോദരൻ എന്ന് വിളിക്കാൻ എന്ത് ചെയ്യുന്നില്ല. അടുത്തത്, അവൻ മരണത്തെ എന്ത് ചെയ്തു? അവൻ സിമ്പതൈസ് ചെയ്യുന്ന അല്ല, മറിച്ച് ദൈവം നമ്മൾ എംപതൈസ് ചെയ്യുന്ന ദൈവമാണ്. ആ ഒരു ദൈവം നമുക്ക് കൂടെ ഉള്ളപ്പോൾ ഇത്ര വലിയ രക്ഷ നാം എങ്ങനാ? നിങ്ങൾ ഇത്രയും പോയിന്റ് മനസ്സിലുണ്ടെന്ന് ഓർത്തു നോക്കി. മറ്റെന്ത് ലഭിക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമായി രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് റോമാലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നത്, ദൈവമക്കൾക്ക് ദൈവം നൽകി, അല്ലെങ്കിൽ ലോകത്തിന് ദൈവം നൽകി ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. മനുഷ്യന് ദൈവം നൽകി ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മോട് ലേഖകൻ പറയുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഈ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? അഗണ്യമായി കളയരുത്. അതുകൊണ്ട് കുവൈറ്റിലുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം നമ്മൾ ശോധന ചെയ്യണം. ഞാനൊന്ന് തീർത്ത് പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ സ്റ്റാറ്റസോ നമ്മുടെ മഹിമ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്. എബ്രായ ലേഖന്റെ ഭാഷയിൽ ഒറ്റ പദത്താലാണ് കൃപയാൽ അത്രേ. കൃപയാൽ അത്രേ. അതുകൊണ്ട് കൃപയാൽ ലഭിച്ച ഈ രക്ഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, കർത്താവേ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ വരിക, ഇത്രയും എന്നെ സ്നേഹിച്ച ദൈവമേ, ഈ രക്ഷ തള്ളിക്കളയാൻ എനിക്ക് അവസരം ഉണ്ടാകരുത്. ദൈവസന്നി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്നാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഇത്ര വലിയ രക്ഷ എന്ത് ചെയ്യരുത്? നിമാക്കി കളയരുത്. രണ്ടാമത്തതിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരിക. രണ്ടാമത്തെന്ന് പറയുന്നത് നമുക്ക് 3-ാം അധ്യായത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ കാര്യം എന്ന് പറയുന്നത്, ഹൃദയത്തെ എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത്. ഹൃദയം കഠിനമാക്കി. ഡോണ്ട് ബി ഹാർഡ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയം കഠിനമാക്കരുത്. നമുക്ക് വേഗത്തിൽ വായിക്കാം. 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. മതി. രണ്ടാമത്തെ മുന്നറിയിപ്പാണ് നമുക്ക് ഹൃദയത്തെ എന്ത് ചെയ്യരുത്? ഡോണ്ട് ബി ഹാർഡ് ഇൻ യുവർ ഹാർട്ട്. അത് പറയുന്നത് 7-ാം വാക്യത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്. ഏതുകൊണ്ട് എന്നുള്ളത് നമ്മൾക്ക് ചോദ്യമാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മതി. മുന്നറിയിപ്പ് എല്ലാം തുടങ്ങുന്നത് അതുകൊണ്ട്, അതുകൊണ്ട്, therefore എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഒന്നാമത്തെ മുന്നറിയിപ്പ് അങ്ങനെ തന്നെ തുടങ്ങിയത്. രണ്ടാമത്തെ മുന്നറിയിപ്പിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് എന്ന് പറയുക. 3-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരണം. 3-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായി യേശുവിനെ എന്ത് ചെയ്യണം? അവിടെയും തുടങ്ങുന്നത് എങ്ങനെയാ? അതുകൊണ്ട്. ഏതുകൊണ്ട്? ഇത്ര വലിയ രക്ഷ നമുക്കുള്ളത് കൊണ്ട് നാം ആരെ ശ്രദ്ധിച്ചു നോക്കണം? മനസ്സിലായെന്ന് വിശ്വസിക്കുക. ഇത്ര വലിയ രക്ഷ നമുക്കുള്ളത് കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ ആരെ നോക്കണം? ഇനി നോക്കണം. ശ്രദ്ധിച്ചു നോക്കുവിൻ. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു പറഞ്ഞാൽ, നിങ്ങളുടെ 2 കണ്ണും ആരിലേക്ക് ഉയർത്തണം? ഫിക്സ് യുവർ 2 eyes upon ജീസസ് ക്രൈസ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ അത് വളരെ കൃത്യമാണ്. കാരണം ഈ മക്കൾ, ഈ എബ്രായ വിശ്വാസികൾ, ഇവർ എവിടേക്ക് പോകാൻ നിൽക്കുക? പഴയ മതത്തിലേക്ക് പോകുവാൻ നിൽക്കുക. കാരണം പീഡനം വളരെ ശക്തമാണ്. എക്സിറ്റ് പോൾ ഉണ്ട്. സിനഗോഗിൽ ചെന്ന് പറഞ്ഞാൽ മതി, ആര് ദൈവമല്ല, യേശു ആരല്ല, ദൈവമല്ല എന്ന് പറഞ്ഞാൽ എവിടേക്ക് പോകാം? ഈ പ്രോസിക്യൂഷൻ നിന്ന് രക്ഷപ്പെടാം.
പക്ഷെ അവർ ചെയ്യുന്നത് ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു കണ്ണ് പഴയ മഹത്വത്തിലേക്കും മറ്റേ കണ്ണ് യേശുവിലേക്ക് നോക്കിയപ്പോൾ ലേഖൻ വളരെ വ്യക്തമായി പറയുകയാണ്, ഇത്ര വലിയ രക്ഷ നിങ്ങൾക്കുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ രണ്ട് കണ്ണ് ആരിലേക്ക് ഉയർത്തണം? സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലാണ്. നമുക്ക് പലപ്പോഴും യേശുവിനെ കളയാനും വയ്യ, എന്നാൽ പലതും നമ്മുടെ പഴയ മതവും അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ, ദൈവത്തെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന പലതിനെയും കളയാൻ ആ ഒരു പശ്ചാത്തലത്തിൽ പറയുക, നിങ്ങളുടെ രണ്ട് കണ്ണും ആരിൽ ഉയർത്തണം? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അറിയാം, രണ്ട് കണ്ണും കർത്താവിൽ ഉയർത്തിയാൽ ദൈവം നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഒന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞൊരു പദവി പിന്നെയും പറയുക, ദൈവസന്നിധി എന്ന് പറയുന്നത് 19ാമത്തെ ആട്ടമല്ല, ദൈവസന്നിധി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യമാണ്. അതുകൊണ്ട് ലേഖകൻ ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ രണ്ട് കണ്ണ് ആരിൽ ഉയർത്തണം? യേശുവിൽ എന്ത് ചെയ്യണം? അതിന് കാരണം എന്നാ? ഈ യേശു ആരാണ്? ഒന്ന്, യേശു നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, അവൻ ആരാകുന്നു? മഹാപുരോഹിതനും ആകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ഈ രണ്ട് പദങ്ങളെ എടുത്ത് നോക്കിയാൽ താഴോട്ട് കടന്നു വരുമ്പോഴാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, 3-ാം അധ്യായത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്, മോശയേക്കാൾ വലിയവനാണ് ആര്? കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടത്, ദൂതന്മാരെ കാട്ടിലും ആര് വലിയവനാണ്? കർത്താവായ യേശു ക്രിസ്തു വലിയവനാണ്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നത്, യേശു ക്രിസ്തു ആരെക്കാട്ടും വലിയവനാണ്? മോശയെക്കാട്ടിലും വലിയവനായ ദൈവമാണ്. ഇവിടെ നോക്കട്ടെ, രണ്ട് പദങ്ങളാണ്. ഒന്ന്, അവൻ ആരാകുന്നു? യേശു ആരാകുന്നു? അപ്പോസ്തലനാകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശു ആരാകുന്നു? യേശു മഹാപുരോഹിതനം. ഈ യേശു അപ്പോസ്തലനാകുന്നു എന്ന പദം നമുക്ക് ഈ എബ്രായ ലേഖനത്തിൽ ഈ വാക്യത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? കാണുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എബ്രായ ലേഖനത്തിൽ ഈ വാക്യത്തിൽ മാത്രമേ യേശുവിനെ ആരായിട്ട് കാണിക്കുന്നുള്ളൂ? അപ്പോസ്തലനായിട്ട് എന്ത് ചെയ്യുന്നു? കാണിക്കുന്നുള്ളൂ. മറ്റൊരു ഭാഗം നോക്കിയേ, യേശുവിനെ ആരായിട്ട് പറയുക? മഹാപുരോഹിതൻ. എന്താ ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത? അപ്പോസ്തലൻ എന്ന് പറയുന്നവൻ അയക്കപ്പെട്ടവനാണ്. എന്നാൽ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്നവനാണ്. ആരെന്ന് പറയുന്നത്? അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസും ഒരുപോലെ ചെയ്യുന്ന ആളായിട്ടാണ് ആരെ കാണിക്കുന്നത്? യേശുവിനെ കാണിച്ചിട്ട് പറയാണ്, ആ യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ എന്ത് ചെയ്യണം? ഉയർത്തണം. ഇത് പറഞ്ഞിട്ടാണ് താഴോട്ടുള്ള വാക്യത്തിൽ പറയുകയാണ്, മോശയെക്കാൾ വലിയവനാണ് ആരെന്ന് പറയുന്നത്? കർത്താവായ. ആരാ ഈ മോശ? മോശ വലിയവനല്ലേ? നിങ്ങൾ യഹൂദ മതം പഠിച്ചാൽ, പ്രത്യേകിച്ച് പഴയ നിയമം കൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ, ഒരു റിയൽ ഹീറോയാണ് ആരെന്ന് പറയുന്നത്? മോശ. എബ്രായ വിശ്വാസികളെ സംബന്ധിച്ച്, പഴയ മതത്തിൽ നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഒരു റിയൽ ഹീറോയാണ് ആര്? കാരണം അവരുടെ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് അവരെ വിടുവിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മോശ എന്ന് പറയുന്നത്. ആ മോശ അവർക്ക് റിയൽ ഹീറോയാകുമ്പോൾ, ആ റിയൽ ഹീറോയെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഹീറോയാണ് യേശു എന്നാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ മോശ ഇത്ര റിയൽ ഹീറോ ആയാൻ കാരണം? 2-3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് ഉറപ്പിക്കാം. നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചാൽ, പുതിയ നിയമം പഴയ നിയമം വായിച്ചാൽ, യേശുവിൻ്റെയും ദാവീദിൻ്റെയും പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിച്ചിരിക്കുന്നത് ആരുടെയാണ്? നിങ്ങൾക്കറിയാം എത്ര പ്രാവശ്യം എന്നറിയാമോ? 847 പ്രാവശ്യമാണ് മോശയുടെ പേര് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 847 847 തവണ മോശയുടെ പേര് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് കാണുവാൻ കഴിയും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 22-ാമത്തെ വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ അവിടെ മോശയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ന്റെ 22-ാമത്തെ വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? 7-22. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഒന്ന്, മോശ ആരാണെന്ന് പറയുക? മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യസിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ജ്ഞാനിയാണ് ആര്? മോശ. രണ്ടാമത്തെ കാര്യം നോക്കിയേ, അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? മോശ ആരായിരുന്നു? വാക്കിലും. പക്ഷെ മോശ കർത്താവിനോട് പറയുന്നത് എന്നാ?
ഞാൻ വിക്കനായ ഒരു മനുഷ്യനാണ്, എനിക്ക് സംസാരിപ്പാൻ. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി പറയുക അവൻ ആരാകുന്നു? വാക്കിൽ ആരാ? ഇംഗ്ലീഷ് ഹി വാസ് എലക്വന്റ് എന്ന് എഴുതുക, എലക്വന്റ് ഇൻ സ്പീച്ച്. അവൻ വാക്കിൽ ആരായിരുന്നു? അപ്പൊ എന്താ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയോ? ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയാം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മോശയുടെ ആയുസ് എന്ന് പറയുന്ന ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്ര വർഷമാ? 120 വർഷമാണ്. അതിനെ എത്രയായിട്ട് തരംതിരിക്കുന്നു? 3 ആദ്യത്തെ 40 വർഷം, രണ്ടാമത്തെ 40 വർഷം, മൂന്നാമത്തെ 40. ഈ രണ്ടാമത്തെ 40 വർഷം എന്ന് പറയുന്നത് ആരോടായിരുന്നു? ഈ ആടുകളോട് സംസാരിച്ച് ഇദ്ദേഹത്തിന്റെ നാക്ക് ഭാഷ എന്ത് ചെയ്തു? അങ്ങനായി മാറിപ്പോയി എന്നാണ് ഒരു കൂട്ടം വേദപണ്ഡിതാക്കൾ പറയുന്നത്. നമുക്ക് അതിനെ എടുക്കുക വേണ്ട, നമുക്ക് തിരിക്കാം. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, ഇവൻ വാക്കിനാൽ എന്തായിരുന്നു? സമർത്ഥനായ വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ കാര്യം നോക്കിയേ, അവൻ പ്രവൃത്തിയിൽ ആരായിരുന്നു? അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒറ്റയടിക്ക് അത്രയ്ക്ക് നല്ല പ്രവൃത്തിയിൽ ശക്തനായിരുന്നു പറയുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഈ മോശ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രത്യേകത, ദൈവത്തെ മുഖാമുഖമായി കണ്ടൊരു വ്യക്തി ആര്? അതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്, ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം ആരോട് സംസാരിച്ചു? അപ്പോൾ ദൈവത്തോട് സംസാരിച്ചു, സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മോശ എന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് നമ്മൾ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത് 10 കൽപ്പന ദൈവം ആര് മുഖാന്തരം നൽകി? മോശ മുഖാന്തരം നൽകി. ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ ആരാണ്? മോശ എന്ന് നമുക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ ഏറ്റവും ഒരു ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞാൽ, ഇവന്റെ ഫ്യൂണറൽ സർവീസ് പോലും ആരാ നടത്തിയത്? എവിടെ അടക്കിയെന്ന് പോലും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. അവിടെ യഹൂദ മതവിശ്വാസികൾക്ക് അത്രയ്ക്കും ഒരു റിയൽ ഹീറോയാണ് ആര്? മോശ. അപ്പോൾ ഈ എബ്രായ വിശ്വാസികളോട് പറയുക, നിങ്ങൾ പഴയ മതത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് ആരെ കാണാം? മോശയെ കാണാം. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്നാൽ അവനെക്കാട്ടിലും വലിയൊരു ഹീറോ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഹീറോ ആരാ? അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ എന്താ മോശയ്ക്ക് സംഭവിച്ചത്? ഇത്രയൊക്കെ ശക്തനായതാണെങ്കിൽ പോലും മോശയുടെ പ്രത്യേകത, മോശയ്ക്കും പല അബദ്ധങ്ങൾ എന്ത് ചെയ്തു? അവിടാണ് ലേഖകൻ പറയുന്നത്, ശക്തനായ റിയൽ ഹീറോ ആയ മോശ പോലും പെർഫെക്റ്റ് അല്ല. പക്ഷെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയ ഒരുവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. പെർഫെക്റ്റ് ആയ ഒരുവൻ കൂടെയുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുക. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത്, മോശ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. എന്നാൽ യേശു ആരാ? യേശു ഭവനത്തെ ചമച്ചവനാ. അപ്പൊ ലേഖകൻ പറയുക, മോശ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നെങ്കിൽ ആ ഭവനത്തെ ചമച്ചവനാണ് നിങ്ങളുടെ ഹീറോ. അപ്പൊ എബ്രായ വിശ്വാസിയോട് ചോദിക്കുക, നിങ്ങൾക്ക് ഭവനത്തിൽ വിശ്വസ്തനായിരുന്നവനെ വേണോ അതോ ചമച്ചവനെ വേണോ? അവിടെ ലേഖകൻ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ആരാണെന്നറിയാമോ? യേശു മോശയെക്കാട്ടിലും ഹീറോയാ. ഇനി നിങ്ങൾ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ കാണുന്ന ഒരു കാര്യമുണ്ട്. മോശ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ഭവനമുണ്ടാക്കി. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ശക്കീന ഇറങ്ങുവാൻ വേണ്ടി സമാഗമന കൂടാരത്തെ എന്ത് ചെയ്തു? മോശ ഉണ്ടാക്കി. എന്നാൽ യേശുവിന്റെ പ്രത്യേകത എന്തറിയാമോ? നമ്മുടെ ശരീരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങാൻ കഴിഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, മോശയുടെ പ്രത്യേകത, ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുവാൻ വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കിയപ്പോൾ യേശുവിന്റെ പ്രത്യേകത എന്നറിയാമോ? നമ്മുടെ ശരീരത്തെ അവന്റെ മന്ദിരമാക്കി മാറ്റി. അപ്പോൾ ചോദിക്കുക, ആ യേശുവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? മോശയാണോ നിങ്ങൾക്ക് വേണ്ടത്? അടുത്തൊരു പ്രത്യേകത പറയുന്നുണ്ട്, ഈ ദൈവത്തെ കാണുമെങ്കിൽ നിങ്ങൾ ആ കൂടാരത്തിൽ എന്ത് ചെയ്യണം? ചെല്ലണം. പക്ഷെ യേശുവിന്റെ പ്രത്യേകത എന്നറിയാമോ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്നതാ. അപ്പോൾ ലേഖകൻ ചോദിക്കുക, ആരാണ് റിയൽ ഹീറോ? ഹൂ ഈസ് ദ റിയൽ ഹീറോ? അവിടെ ലേഖകൻ വളരെ വ്യക്തമായി പറയുക, മോശയെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠനാണ് ആരെന്ന് പറയുന്നത്
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടാണ് നമ്മൾ പറയുന്ന ആ മുന്നറിയിപ്പ് പറയുകയാണ്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം. അപ്പൊ ലേഖൻ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾ പറയുന്ന മോശയെക്കാട്ടിൽ ശ്രേഷ്ഠനായ ആര് കൂടുണ്ട്? നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. സ്തോത്രം. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ 3 പ്രാവശ്യം ഒരു പദം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ മാത്രമല്ല, 4-ാം അധ്യായത്തിൽ നമ്മളത് കാണാൻ കഴിയും. അവിടെ ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾ ഉണ്ടോ, ഇന്ന് നിങ്ങൾ, ഈ പദം 3-ാം അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ദിവസത്തിന്റെ അർജൻസി പറയുക. ഇന്ന് എന്ന വാക്ക് അർത്ഥമാക്കുന്നത് കോൾ ഫോർ അർജൻസി. പറഞ്ഞതിന്റെ അർത്ഥം, എപ്പോഴാകുന്നു നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത്, അപ്പോ മടങ്ങി വന്നോണം. മനസ്സിലായവർ മാത്രം സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ എപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്, അപ്പോഴെന്ത് ചെയ്തോണം? അതിന്റെ അർത്ഥം എന്താ? നാളെ എന്നൊരു ദിവസം ആർക്കുള്ളതല്ല. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെ എടുത്തു വെച്ച ലേഖനോട് പറയുന്നത്, അവരുടെ ചരിത്രത്തെ പറയുക. അവരെവിടെ പട്ടുപോയി? അവർ മരുഭൂമിയിൽ പട്ടുപോയി. പക്ഷേ നിങ്ങളോട് പറയുക, നമ്മോട് ഓരോരുത്തരും പറയുക, അവരുടെ ചരിത്രം നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്തോണം. നിങ്ങൾ എന്ത് ചെയ്തോണം? അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പട്ടുപോകാൻ 3 പ്രാവശ്യം പദം റിപ്പീറ്റ് ചെയ്യുക. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്. ഇനി ഞാൻ ആ വാക്യത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ കാരണം? ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, ഇസ്രായേൽ മക്കൾ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് എന്ത് ചെയ്താ? വാഗ്ദത്തം കൊടുത്ത് ഇറക്കിയവരാ. ഈ ദൈവജനത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനാണ്, അവർ രക്തം കൊണ്ട് രക്ഷ പ്രാപിച്ചു, വെള്ളത്തിലൂടെ കടന്നു, പക്ഷെ അവർ സ്വസ്ഥതയിൽ എന്ത് ചെയ്തില്ല. പദം മനസ്സിലായോ? രക്തം കൊണ്ട് അവർ വീണ്ടെടുക്കപ്പെട്ടു, വെള്ളത്തിലൂടെ കടന്നു, പക്ഷേ എവിടെ എത്തിയില്ല? സ്വസ്ഥതയിൽ എന്ത് ചെയ്തില്ല. എന്താ ഇത് അർത്ഥമാക്കുന്നത്? മിസ്രൈമിലായിരുന്ന സമയത്ത് അവസാനത്തെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം ദൈവം പറഞ്ഞു, കുഞ്ഞാടിന്റെ രക്തം എന്ത് ചെയ്യണം? കട്ടളമേലും കുറുമുടിമേലും എന്ത് ചെയ്യണം? ആ രക്തം കണ്ട ആ ഭവനത്തിൽ നിന്ന് ഒന്ന് മാറിപ്പോയി. എന്താ മാറിപ്പോയത്? മരണം എന്ത് ചെയ്തു? അപ്പൊ ലേഖൻ പറയുക, രക്തം കൊണ്ട് ഇവരെന്ത് ചെയ്തവരാ? വീണ്ടെടുക്കപ്പെട്ടവരാ. രണ്ടാമത്തെ കാര്യം പറയാ, വെള്ളത്തിലൂടെ അവരെന്ത് ചെയ്തവരാ? എന്താണ്? ചെങ്കടൽ വന്നവർ നമ്മൾ കണ്ടത്. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ചെങ്കടലിനെ 2 ആക്കി ദൈവം എന്ത് ചെയ്തു? അവരെ അതിലൂടെ നടത്തി. ഇത് രണ്ടും സംഭവിച്ചവർക്ക് സംഭവിച്ച ഒരു കാര്യമുണ്ട്, വാഗ്ദത്ത ദേശത്തിൽ എന്ത് ചെയ്തില്ല. സ്തോത്രം. ഇന്ന് നിങ്ങൾ സ്തോത്രം ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇത് ശ്രദ്ധയോടെ കേൾക്കണം. രക്ഷിക്കപ്പെട്ടതാണ് നമ്മൾ. എങ്ങനാ രക്ഷിക്കപ്പെട്ടത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തവരാ? സ്നാനപ്പെട്ടവരല്ലേ? വെള്ളത്തിലൂടെ നമ്മൾ സ്നാനപ്പെട്ടവരാ. പക്ഷെ 3-ാമത്തെ പദം മറക്കരുത്. അവരെവിടെ കിടന്നില്ല? ദൈവമക്കൾ ശ്രദ്ധയോടൊന്ന് കേൾക്കണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ കിടക്കില്ല? സ്തോത്രം. നമ്മുടെ ചിന്ത എന്താ? ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിസയും ടിക്കറ്റും ഒക്കെ റെഡിയാ, ഇപ്പൊ അവിടെ പോയി കിടം. സ്വർഗത്തിൽ എന്ത് ചെയ്യാൻ?
പക്ഷെ കർത്താവിന്റെ വചനം പറയുക, ഇത് രണ്ടും നടന്നെന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുകയില്ല. അതെന്തുകൊണ്ടാ? ഒറ്റ കാര്യം കൊണ്ടാ. അവരുടെ ഹൃദയം എന്ത് ചെയ്തു? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു ഈസി ഗോയിങ് അല്ല. ഒരു വേദചിന്തകൻ പറഞ്ഞൊരു പദമുണ്ട്, സ്വർഗം കാലിയായി കടന്നാൽ പോലും പ്രമാണം അനുസരിക്കാത്ത ഒരുത്തിന് എവിടെ കിടക്കില്ല. സ്തോത്രം. നിങ്ങൾ എന്നോട് വിഷമം തോന്നരുത്, ദൈവവചനത്തിൽ അങ്ങനെ പറയുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തെ അറിയാം, പക്ഷെ ദൈവം നമ്മെ അറിയുന്നുണ്ടെന്നുള്ള ചോദ്യം. ആമേൻ, ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും ദൈവത്തെ അറിയാം, പക്ഷെ ചോദ്യം ദൈവത്തിന് നമ്മെ ഇന്ത്യൻ സിറ്റിസനാന്ന് എനിക്ക് കാണിക്കാൻ വേറൊന്നും വേണ്ട, എൻ്റെ പാസ്പോർട്ട് മതി. പക്ഷെ ഈ രാജ്യത്ത് ഞാൻ കാലുകുത്തണമെങ്കിൽ ഈ രാജ്യം എന്നെ അംഗീകരിച്ചതിന്റെ തെളിവാ വിസ. ഇതില്ലാത്തിടത്തോളം കാലം എനിക്കിവിടെ കാലുകുത്താൻ കഴിയത്തില്ല. ഇതേപോലെ ദൈവമക്കളുടെ കാര്യം. ദൈവത്തെ മാത്രം അറിഞ്ഞാൽ പോരാ, ദൈവവും നമ്മളെ അറിയണം. അങ്ങനെയുള്ളവരാ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പക്ഷെ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് രക്ഷപ്പെട്ടതാ, രക്ഷിക്കപ്പെട്ടതാ, വെള്ളത്തിലൂടെ നടന്നതാ. പക്ഷെ എവിടെ കിടന്നില്ല? ഹല്ലേലൂയ. എന്താ കടക്കാൻ പറ്റാഞ്ഞതിന്റെ കാരണം എന്നറിയാമോ? ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇവരുടെ ഹൃദയകാഠിന്യം. ഇനി എന്താ ഈ ഹൃദയകാഠിന്യം? ഞാൻ അതും കൂടെ ഒന്ന് പറയാം, ശ്രദ്ധയോടിരിക്കണം ദൈവമക്കൾ. ഹൃദയകാഠിന്യം എന്ന് ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പഠിച്ചു നോക്കിയാൽ ജീവിതം മുഴുവനും മിറക്കിൾസാ. ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലേ എന്തായിരുന്നു? നിങ്ങൾ നോക്കണം, ആ ഭാഗം പറയുന്ന ഒരു കാര്യമുണ്ട്. 40 ആണ്ട് അവരെന്നെ എന്ത് ചെയ്തു? അതുകൊണ്ട് ആ തലമുറയോടെ എനിക്ക് എന്ത് ചെയ്തു? നിങ്ങൾ ഈ 40 ആണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും കുറവ് വരുത്തിയോ? സ്തോത്രം. നിങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടെന്നാ വിശ്വസിക്കുന്നത്. 40 ആണ്ടിന്റെ പ്രത്യേകം നിങ്ങൾ നോക്കിക്കേ. വെയിൽ എന്തെന്ന് ഈ ജനം എന്ത് ചെയ്തിട്ടില്ല. രാത്രി എന്തെന്ന് ഈ ജനം എന്ത് ചെയ്തിട്ടില്ല. ആഹാരത്തിന് എന്ത് ചെയ്തിട്ടില്ല. അവരുടെ വസ്ത്രം എന്ത് ചെയ്തില്ല. അവരുടെ ചെരുപ്പ് എന്ത് ചെയ്തില്ല. ഇത്രയെല്ലാം ദൈവം ചെയ്തു കൊടുത്തിട്ടും ദൈവം പറയാ, എനിക്ക് ആ ജനത്തോട് എന്തുണ്ടായിരുന്നു? ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് ദൈവം തരുന്ന ഭൗതിക നന്മയല്ല നമ്മുടെ അനുഗ്രഹം. ഞാനൊന്നുകൂടെ തറപ്പിച്ചങ്ങ് പറയാം. നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മ ഓർക്ക് നമ്മൾ വിചാരിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. അല്ലെന്നേ, അല്ല അല്ല. അങ്ങനെയാണ് ഈ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുക, എനിക്ക് ആ ജനത്തോട് എന്തുണ്ടായി? സ്തോത്രം, 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 സ്തോത്രം. അപ്പൊ ലഭിക്കുന്ന ഭൗതികമല്ല നമ്മുടെ അനുഗ്രഹത്തിന്റെ മെഷർമെന്റ്. നമ്മുടെ അനുഗ്രഹത്തിന്റെ മെഷർമെന്റ് എന്താ? ദൈവമായിട്ടുള്ള ബന്ധമാ. കർത്താവുമായിട്ടുള്ള ബന്ധമാ. ആ ബന്ധത്തിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ സംഭവിക്കുന്നത്, വാഗ്ദത്തമൊക്കെ പ്രാപിച്ചിട്ടുണ്ട്, പക്ഷെ പട്ടുപോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. എന്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ ആത്മാവിനൊരു കാര്യം പറയും. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ കയറണം. ദൈവം തരുന്ന കാർ അല്ല വലുത്, ദൈവം തരുന്ന ജോലി അല്ല വലുത്. അതിന്റെ അർത്ഥം ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന അല്ല. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധമാ. സ്തോത്രം, സ്തോത്രം. നിങ്ങളും ശ്രദ്ധയോടെ ചിന്തിച്ചു നോക്കിക്കേ, ഈ നീരസം ഉണ്ടായ സമയത്ത് ദൈവം എന്തിനും മുടക്കിയോ? സ്തോത്രം. 40 സംവത്സരം ദൈവം ലക്ഷറി ആയിട്ട് എവിടെ നടത്തി? സ്തോത്രം, 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 സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഹൃദയത്തിന്റെ പൊട്ടിയാണ് ദൈവമക്കളോട് പറയുന്നത്. നമ്മുടെ ആത്മീയ ലോകത്തിന്റെ ചിന്ത മാറണം.
സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം ഭൗതിക നന്മ വേണ്ടെന്നല്ല. പക്ഷെ ഭൗതിക നന്മയെ അനുഗ്രഹമെന്ന് പഠിപ്പിക്കുന്ന അല്ല ദൈവോദരം. ഞാൻ പറയാ ഒരു കാര്യം, ഇതൊക്കെ ദൈവം തരുന്ന കോംപ്ലിമെന്ററിയാ. സ്തോത്രം പറഞ്ഞു. ദൈവം തരുന്ന എല്ലാ നന്മയും സ്വീകരിച്ചു. പക്ഷെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധമാ. കുവൈറ്റ് സഭയുടെ ആത്മാവിൽ ഒരു കാര്യം പറയാം, ഈ ദിവസങ്ങൾ പ്രാർത്ഥിര്, ആ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിര്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞാൻ ആത്മാവിൽ ഒരു ദൈവജനത്തോട് ആരും പറയാം, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. നമുക്കെല്ലാം തികഞ്ഞവരാ. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കും, കർത്താവേ പുറമെ എല്ലാം ഉണ്ടെങ്കിൽ അകം ദൈവമായിട്ട് ബന്ധമുണ്ടോ ചോദ്യം. ഇല്ല എങ്കിൽ ഈ ബൈബിൾ ക്ലാസിന്റെ രാത്രി ഇന്ന് രാത്രി പറ, കർത്താവേ ഒന്നുമില്ലെങ്കിലും ദൈവത്തോട് മടങ്ങി വരാൻ ഞാൻ തയ്യാറാ. ശമന രഗല ഘടകതിയാനക ശന്തൽ വൈഡമാനക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഹൃദയത്തിന്റെ കാഠിന്യത്തെ ഇല്ലാതാക്കട്ടെ. റീബാലബറബലബറവന 40 സംവത്സരം ദൈവം ലക്ഷറി ആയിട്ട് നടത്തി. ഇതൊക്കെ നടത്തിയിട്ടും ഇവരുടെ ഹൃദയം എന്ത് ചെയ്തു? എന്താ ഹൃദയകാഠിന്യം എന്ന് പറയുന്നത്? അത് അവസാനിക്കുന്ന ഒരു വാക്യത്തിലാണ് പറയുന്നത്, പിന്നെ അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? 19-ാം വാക്യം. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഹൃദയകാഠിന്യത്തിന്റെ പ്രത്യേകത ഒന്ന്, അനുസരണക്കേട് വന്നു. ഈ അനുസരണക്കേടിൽ സംഭവിച്ചത് അവിശ്വാസം എന്ത് ചെയ്തു? എന്താ ഈ അവിശ്വാസം? എന്താ ഈ അവിശ്വാസം? ഇബ്രാഹിം 12-ാം വാക്യത്തിൽ ഇങ്ങനെ, ആകെ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന. അവിടെ ഇബ്രാഹിം ലേഖൻ പറയുന്ന പാപം വേറൊന്നുമല്ല, അവിശ്വാസം എന്ന. ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് വിച്ച് ഈസ് ഈസിലി എൻറ്റാങ്കിൾസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫറിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നാം പോലും അറിയാതെ നമ്മുടെ കാലിൽ ചുറ്റുന്ന പാപം. നാം പോലും അറിയാതെ അങ്ങൊരു പാപമുണ്ടോ? കള്ളം പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ലേ? അറിയോ? അറിയും. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്ന പാപമല്ലേ? വ്യഭിചാരം ചെയ്ത് നമ്മൾ അറിയുമോ? അറിയും. ഇവിടെ ലേഖനം ഉദ്ദേശിക്കുക നാം പോലും അറിയാൻ നമ്മൾ ചുറ്റുന്ന അത് ഏത് പാപമാ? അവിശ്വാസം. ഇതാർക്കാ സംഭവിക്കുന്നത്? വിശ്വാസികൾക്ക്. എന്താ ഈ അവിശ്വാസം? അവിശ്വാസം എന്ന വാക്കിന് നമ്മളവിടെ കാണുവാൻ കഴിയുന്നത് ഏറ്റവും വലിയ അൺവില്ലിംഗ് റിബല്യസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കീഴ്പ്പെടാത്ത ഹൃദയത്തെ വിളിക്കുന്ന പേരാണ് അവിശ്വാസം. അതെങ്ങനെ അങ്ങനെ പറയാൻ കാരണം? 40 സംവത്സരം നിങ്ങൾ നോക്കിക്കേ, എന്തൊക്കെയാ അവർക്ക് ജീവിതത്തിൽ നൽകിയത്? അത്ഭുതം മാത്രം ദൈവം എന്ത് ചെയ്തു? ഇത്രയെല്ലാം ചെയ്തിട്ടും പ്രതിസന്ധി വന്ന് സംഭവിച്ച എന്താ? ഇവരാരോട് പിറുവിറുത്തു? ആരോട് പിറുവിറുത്തു? ഒന്ന് ചേർന്ന് പറഞ്ഞേ. ദൈവത്തോട് എന്ത് ചെയ്തു? ഇന്നലെ എന്ത് കാണില്ല? അത്ഭുതം. പക്ഷെ ഇന്ന് പ്രതിസന്ധി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പൊ ഇന്നലെ അത്ഭുതം കണ്ട ദൈവജനം ഇന്ന് ആ ദൈവത്തെ എന്ത് ചെയ്തു? ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. ചെങ്കടൽ ഇങ്ങോട്ട് കടന്നപ്പോൾ മിരിയാമ്മച്ചി ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തെന്നറിയാമോ? തപ്പെടുത്ത്
നൃത്തം ചെയ്ത് ദൈവത്തെ എന്ത് ചെയ്തു? നിങ്ങൾ ആ വേർഡിങ്സ് ഒക്കെ നന്നായി ഒന്ന് വായിക്കണം. എന്തൊരു ആരാധനയായിരുന്നു അറിയാമോ? മണിക്കൂറുകൾ കഴിഞ്ഞില്ല, ഈ ജനം എന്ത് ചെയ്തു? ആരോട് പിറുപിറുത്തു? അപ്പൊ എന്റെ ചോദ്യം, ഇന്നലത്തെ ആരാധന പിന്നെ ഏതാത്മാവിലായിരുന്നു? ഞാൻ എന്റെ ചോദ്യം ചോദിച്ചു, ഇന്നലത്തെ ആരാധന ഏതാത്മാവിലായിരുന്നു? ഞാൻ എന്റെ പറയുക, പറവോനെ സൈന്യത്തെ എവിടെ തള്ളിയിട്ടു? അയ്യോ, ഞങ്ങളുടെ ശത്രുക്കളെ ദൈവം തള്ളിയിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിന് എന്താ? ഇന്ന് സംഭവിച്ച എന്നതാ? മനസ്സിലായെന്ന് വിശ്വസിക്കുക. ഇതല്ല ആരാധന, ഇതല്ല ആരാധന, ഇതല്ല ആരാധന. ഇന്നലെ വരെ അത്ഭുതം കണ്ടിട്ട് ഇന്നൊരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ ഇത്രയൊക്കെ ചെയ്തിട്ടും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഹൃദയത്തെ എന്ത് ചെയ്യരുത്? ആ അവിശ്വാസം എന്ന പാപം നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്? പ്രത്യേകിച്ച് ഇത് പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പഠിച്ചാൽ ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ചെയ്ത ദേശം ഏതെന്ന് പറയുന്നത്, കാദേശ് ബർനേയ വന്നപ്പോൾ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. 12 പേരെ എന്ത് ചെയ്തു? അയച്ചു. 12 പേരുടെ റിപ്പോർട്ട് നല്ല റിപ്പോർട്ടൊക്കെയാണ്. കേൾക്കണം എൻ്റെ വാക്കുകൾ. 12 പേരുടെ റിപ്പോർട്ടൊക്കെ നല്ല ദേശം, ഇഷ്ടം പോലെ ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാ, ഒരു കുഴപ്പമില്ല. പക്ഷെ 10 പേര് പറഞ്ഞു നമുക്കതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ 2 പേര് പറഞ്ഞു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരാ വാഗ്ദത്തം നൽകിയത്? അപ്പോൾ ഇവരാരുടെ വാക്കാ ശ്രദ്ധിച്ച ഈ 10 പേര്? ഇതിനെ വിളിക്കുന്ന പേരാ എന്ത്? അവിശ്വാസം. വാഗ്ദത്തം ദൈവമായി ചെയ്തത്, പക്ഷെ അവിടുത്തെ സാഹചര്യം കണ്ടാൽ പറയുക ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, 10 പേരുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറയാമോ? ഈ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ 10 പേരുടെ പേര് കാണാൻ നിങ്ങൾക്ക് പറയാം. എന്നാൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ 2 പേരെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാ? അതാ പ്രത്യേകത, അതാ പ്രത്യേകത. എത്ര അനാക്യ മല്ലന്മാരുണ്ട്, അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, വാഗ്ദത്തം ദൈവമാണ്, വാഗ്ദത്തം ദൈവമാണ്, അത് നിവർത്തീകരിക്കാനും ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി ഇത് ദൂതായിട്ട് ഏറ്റെടുത്ത് ദൈവമക്കൾ പോകുക. ദൈവ വാഗ്ദത്തം തന്നെങ്കിൽ സാഹചര്യമല്ല വലുത്, സാഹചര്യത്തിന് അപ്പുറത്തായ ദൈവത്തിന്റെ കരം അനുകൂലമായി ആവരിക്കും. അതാ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ശമന രഗൽ ഘടക യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ദൈവവചനം പഠിച്ചാൽ കാണുന്നത്, മിസ്രൈമിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് ഈ 2 ഗ്രണ്ടൻ എവിടെ കിടന്നുള്ളൂ? ബാക്കിയുള്ള എന്നാ സംഭവിച്ചത്? ഈ അനുഭവം എല്ലാം അനുഭവിച്ചവരല്ലേ? രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ? വെള്ളത്തിലൂടെ കടന്നവരല്ലേ? അത്ഭുതം മൊത്തം അനുഭവിച്ചവരല്ലേ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയും കണ്ടവരല്ലേ? പക്ഷെ എവിടെ കിടന്നില്ല? എന്താ നമ്മോട് പറയുന്നത്? സ്തോത്രം സ്തോത്രം സ്തോത്രം. ചിന്തിക്കണം, എന്താ നമ്മോട് പറയുന്നത്? ഞാൻ എൻ്റെ പ്രസംഗവേദികളൊക്കെ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ദൈവവചനം എടുത്ത് ഇറങ്ങി ലോകപ്രകാരമോ ജീവിച്ചില്ല, ഇത് പ്രകാരം ജീവിച്ചിട്ട് അക്കരെ നാട്ടിൽ എത്തിയാൻ കഴിഞ്ഞില്ല, പിന്നെ ഇത് പറയും എന്താ നമുക്ക് വേണ്ടത്? ഇതിപ്പറ പരാജയം എന്താ വേണ്ടത്? ഇന്ന് രാത്രി ദൈവമക്കൾ പറ കർത്താവിനോട്, കർത്താവെ ഒന്നും വന്നില്ലെങ്കിൽ എനിക്ക് അക്കരെ കണ്ടാ മതി, എനിക്ക് ആ സ്ഥലത്തെത്തിയാ മതി, അതിനെന്റെ ഹൃദയ കാഠിന്യത്തെ മാറ്റണമെന്ന് ദൈവത്തോട് പറ. പ്രസംഗം കേൾക്കാഞ്ഞിട്ടല്ലല്ലോ ദൈവമക്കളെ, ബൈബിൾ സ്റ്റഡി നടത്താഞ്ഞിട്ടല്ലല്ലോ ദൈവമക്കളെ, പക്ഷെ ഇന്നും ഹൃദയം ദൈവത്തോട് അടുക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ശാന്തമായി ചിന്തിക്കുക, ശാന്തമായി ചിന്തിക്കുക. ഇന്ന് രാത്രി ദൈവസന്നിധി നിലവിളിച്ചിട്ടേ ഇന്ന് രാത്രി പോകാവുള്ളൂ.
ഞാൻ ആരെയും പറഞ്ഞ് കരയിപ്പിക്കുകയോ പേടിപ്പിക്കുകയോ അല്ല, പക്ഷെ ഇത് വസ്തു ആകാരമാരമായിരുമാ. ദൈവത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നത്. അവിശ്വാസമുണ്ട് എങ്കിൽ എവിടെ കിടക്കില്ല? ആക്തത്വമൊക്കെ ഉണ്ട്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതാ, ദൈവത്തിന്റെ കരമൊക്കെ എന്നും അനുഭവിക്കുന്നതാ. പക്ഷേ നമ്മുടെ ജീവിതം ഹൃദയകാഠിന്യമുള്ളതാണെങ്കിൽ എവിടെ കിടക്കുകയില്ല? ഇന്ന് രാത്രി കർത്താവിനോട് നിലവിളിച്ചോട് പറ. ദൈവമക്കൾ പൊട്ടിക്കര ദൈവത്തോട് പറ. ദൈവമക്കളെ, സമയം ഇന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നൊരു ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം നമ്മുടേതാ, ഈ നിമിഷം നമ്മുടേതാ, അടുത്ത നിമിഷം നമ്മുടേതല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, തിരിച്ച് കോട്ടയത്തെത്തുന്ന എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല, പക്ഷെ എനിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്, എന്നെ ദൈവസന്നിധി കാണുമെന്നുള്ളത്. ഇന്ന് രാത്രി ആ ഗ്യാരണ്ടി ആർക്കെങ്കിലും ഇല്ല എങ്കിൽ ഇന്ന് രാത്രി പ്രാപിച്ചോണ്ടേ പോകാവുള്ളൂ. അതുകൊണ്ട് എബ്രായ ലേഖകൻ പറയുന്നത്, ഹൃദയം കഠിനമാക്കരുത്. ശമനഘടക. ഇന്ന് രാത്രി അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവജനം പറയാം, അവർ അവിശ്വാസത്താൽ എവിടെ കിടന്നില്ല? അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുക. ഹൃദയകാഠിന്യത്തിന്റെ പ്രത്യേകത നാളെ ഞാൻ എടുക്കാം. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇസ്രായേൽ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ മരുഭൂമി യാത്രയിൽ നമുക്കത് സംഭവിക്കരുത്, നമുക്കത് സംഭവിക്കരുത്. കർത്താവിനോട് പറ, ദൈവമേ, ഹൃദയകാഠിന്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണമെന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും? എല്ലാ കണ്ണുകളും ദൈവസന്നിധി അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് പകർന്നേ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനോട് പറ, ദൈവമേ, എൻ്റെ ഹൃദയത്തെ ഇന്ന് രാത്രി ഒന്ന് മെൽറ്റ് ചെയ്യണം. കർത്താവിനോട് പറ, കർത്താവിനോട് പറ, അങ്ങനെ പറ, അങ്ങനെ നിങ്ങൾ പറ, നിങ്ങൾ വായുകൾ തുറന്ന് നിങ്ങൾ പറ, കർത്താവ്, ഞങ്ങൾ മരുഭൂമിയിൽ പട്ടുപോകാൻ ദൈവാത്മാവ് ഇടയാക്കരുത്. പലപ്പോഴും ജീവിതത്തിൽ സാഹചര്യത്തെ വന്ന് നമ്മൾ പിറുപിറുത്തവരാ. എന്നാൽ ഇന്ന് രാത്രി ഓർക്ക, വാഗ്ദത്തം ദൈവമാണ് ചെയ്തതെങ്കിൽ ദൈവം നിവർത്തിക്കാൻ മതിയായ ദൈവമാ. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങൾ പട്ടുപോകാൻ ഇടയാക്കരുത്, ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇല്ലാതായി പോകാൻ ഇടയാക്കരുത്. പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചേ. ശമനഘടക രകൽ ഘടകതിയാനക. ആത്മാവിൽ ദൈവസന്നിധി നിലവിളിച്ചോട് പറ, കർത്താവേ, നിത്യത നഷ്ടപ്പെടരുത്, സ്വസ്ഥത ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്, ഞങ്ങളെ ദൈവം ചേർത്ത് കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധി കരയാൻ കഴിയും ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവസന്നിധി കര. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം വന്നിട്ട് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അതിന്റെ തീക്തി അനുഭവം നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിനോട് പറ, ദൈവമേ, ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുറവുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നോട് ക്ഷമിക്കണമെന്ന് ഹൃദയം പൊട്ടി എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവസന്നിധി പറയാൻ കഴിയും? പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ശമനഘടക രകൽ ഘടകദിനിയാനക. ഞാൻ ദൈവാത്മാവിൽ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. വാള് കുത്തി കേറുന്നത് പോലെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കീഴ്പ്പെട്ടുകൊള്ളുക, അതിനകത്ത് കീഴ്പ്പെട്ടുകൊള്ളുക. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയാം, കീഴ്പ്പെടുന്ന ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വർഷം ഇന്ന് രാത്രി ദൈവാത്മാവ് ചൊരിയും. അതിനോട് ഹാർഡനാകുകയല്ല ചെയ്യേണ്ടത്, അതിനോട് മത്സരിക്കുകയല്ല ചെയ്യേണ്ടത്, മറുതലിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവേ, ഇന്ന് രാത്രി എന്നോട് ഇടപെട്ടു, ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. റിഖമനഘടകതല്ല വൈഡമാനഘടക ശ്രീധരമനഘടകെന്ന വൈഡമാനഘടക അന്തൽ പ്രൗഢിമാനഘടകം റകവൽ പ്രൗഢിമാനഘ ശന്തൽ ഖൈഡമനഘടക അസ്സഗന്ധന രകൽ ഘടകതിയാനക. ആത്മാവിന്ന് രാത്രി ചലിച്ചു തുടങ്ങട്ടെ. ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഹൃദയങ്ങളെ ഭേദിച്ചു തുടങ്ങട്ടെ. ഇന്ന് രാത്രി കല്ലായുള്ള ഹൃദയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഉരുകട്ടെ. ജുഡമാ രകൽ ഘടകതിയാനക. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഹൃദയങ്ങളുടെ അകത്തേക്ക് ദൈവാത്മാവ് തുളച്ചു കയറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ സാന്നിധ്യം ഇന്ന് രാത്രി മുഴങ്ങട്ടെ. ശാധാരകമനഘടക